കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് തത്സമയം ചേരുന്നുണ്ട്. നവമി, തിരുവനന്തപുരം പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലെ മെട്രോ നഗരം എന്നത്, ഏറ്റവും ജനസംഖ്യയുള്ള നഗരം എന്നത് എറണാകുളം, കൊച്ചിയാണ്. അവിടെ വ്യാവസായിക തലസ്ഥാനം കൂടിയാണ്. ഒട്ടേറെ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടെയൊക്കെ വാഹനങ്ങളിലേക്ക് വരുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ട്രാഫിക് ബ്ലോക്കുകളൊക്കെ അവർക്ക് തിരിച്ചടിയാകാറുണ്ടെങ്കിലും ഈ കാൽനട യാത്രക്കാർ കൊച്ചി നഗരത്തിലടക്കം ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണോ ഉള്ളത്? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും സമാനമായ സാഹചര്യം തന്നെയാണ്. വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ചില ഇടങ്ങളിൽ മാത്രമായിരിക്കും നല്ലൊരു നടപ്പാതയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവ് ഹൈക്കോർട്ട് ഭാഗത്താണ്. നമുക്കറിയാം, ഹൈക്കോടതി ഇതിന്റെ തൊട്ടടുത്താണ്. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ എപ്പോഴും പോലീസിന്റെയൊക്കെ നിരീക്ഷണമുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ നോക്കൂ, കോർപ്പറേഷൻ തൊട്ടടുത്തുള്ള, പക്ഷേ ഈ നഗരത്തിൽ ഈ കോർപ്പറേഷന്റെ തൊട്ട് മുന്നിലുള്ള നടപ്പാതയുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ വാഹനങ്ങൾ കയ്യേറി വെച്ചിരിക്കുന്നത് നോക്കൂ. 2 വീലർ വാഹനങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ആളുകൾ ഇതിന്റെ ഇടയിൽ കൂടി നടന്നു പോവുക? കുറച്ചു ഭാഗം മാത്രമാണ് നടപ്പാതയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ആ നടപ്പാതയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശവും. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. എങ്ങനെയാണ് ഇതിലെ കൂടി സ്വസ്ഥമായിട്ട് നടന്നു പോവുക എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് മാത്രമല്ല, ഈ കാണുന്ന ഇടങ്ങളിലെല്ലാം ആളുകൾ നടന്നു വരുന്നുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം ഇത് നടപ്പാത പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നു. വഴിയോര കച്ചവടക്കാര്, കയ്യേറ്റം, അതെല്ലാം നമ്മൾ കാണുന്നു. ഇത് കോർപ്പറേഷന്റെ തൊട്ടു മുന്നിലുള്ള അവസ്ഥയാണ്. ഹൈക്കോടതിക്ക് തൊട്ട് സമീപത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായിട്ടുള്ള മറൈൻ ഡ്രൈവിലെ കാഴ്ചയാണിത്. അപ്പോൾ ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പലപ്പോഴായി ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതേ ഹൈക്കോടതിക്ക് സമീപമുള്ള ഭരണസിരാ കേന്ദ്രങ്ങൾ, ഓരോ ജില്ലയിലും ജില്ലാ ഭരണകൂടങ്ങൾക്ക് അവരുടേതായ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓഫീസ് സമുച്ചയങ്ങളുണ്ട്. അതിനോടൊക്കെ തൊട്ടുചേർന്നാണ് ഇത്രമേൽ വലിയ അനാസ്ഥ. അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, പ്രതിഷേധിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ മതി. അതായത് പാതയോരത്ത് വേസ്റ്റുകൾ കൊണ്ടിടാം, അവിടെ ഏതൊരു കടക്കാരനും കയ്യേറാം, അവിടെ ഇഷ്ടികയോ അല്ലെങ്കിൽ അതിൻ്റെ നടപ്പാതയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ടൈലുകളോ ഇളകി മാറിയിട്ടുണ്ടാകാം. അതിൽ അപകടത്തിൽപ്പെട്ടു പോകുമ്പോൾ മാത്രം അയ്യോ എന്ന് പറയുകയും ഉടനെ പരിഹാരം കണ്ടെത്തും എന്ന് പറയുകയും അത് വീഴ്ചയാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുകയും അങ്ങനെ അവസാനിക്കുകയും ചെയ്യുന്നു ഇത്തരം പ്രതിഷേധങ്ങൾ. അതെ, അത് തന്നെയാണ് അഭിലാഷ് കൃത്യമായിട്ടുള്ള കാരണം. ഇതിപ്പോൾ സാധാരണക്കാർക്ക് നടക്കാനില്ല. അപ്പൊ ഇത് തന്നെ ധാരാളം എന്നൊരു തോന്നലായിരിക്കും നമ്മുടെ ഭരണാധികാരിക്കുള്ളത്. അതല്ലാതെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ റോഡ് ഇത്രയും മോശമാകുന്ന രീതിയിലേക്ക് ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്കൊരു ചേച്ചി വരുന്നുണ്ട്. ചേച്ചി, നമ്മൾ ഇതിലേക്കൂടി സ്ഥിരം നടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ നടപ്പാതയുടെയൊക്കെ അവസ്ഥ ഉണ്ടല്ലോ, വളരെ ബുദ്ധിമുട്ടല്ലേ? പിന്നില്ലേ, ബുദ്ധിമുട്ടല്ലേ. ആളുകൾ തട്ടി വീണ പ്രായമായക്കാരൊക്കെ നടക്കണല്ലേ ഇതില്. അതൊക്കെ റോഡൊക്കെ നന്നായിട്ട് ശരിയാക്കണം. കോർപ്പറേഷനും ഹൈക്കോടതിയും എല്ലാം അടുത്താണ്. നമ്മുടെ ഭരണാധികാരികളൊക്കെ ഇരിക്കുന്ന ഇടമാണ്. അതിന്റെ തൊട്ട് മുന്നിലാണ് ഈ ഒരു അവസ്ഥ. അത് ശരിയാണ്. ഭയങ്കര കഷ്ടതയാണ്, എന്താ പറയാന്. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ വളരെ കഷ്ടമാണ്. നമുക്ക് ഇതിൽ കൂടി നടന്നു പോകുമ്പോ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ സാധിക്കും. റെഡിയാക്കിയില്ലെങ്കിൽ ഉരുണ്ടും കെട്ടി വീഴും മിക്കവാറും. അപ്പൊ അത് ഏറ്റവും ഇടങ്ങേറാണ്. ഇപ്പൊ തീരെ സുഖമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ കടക്കുന്ന ഭയങ്കര മോശമല്ലേ ഇത്. എന്തിനാ, ഏത് സർക്കാർ വന്നിട്ട് നമുക്ക് ഈ പരിപാടി നടക്കണ്ടേ? ഈ ബസ്സിൽ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഇതേ 1-ാം തീയതി തുടങ്ങി ഇതേ ബസ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ പോവും? ഇതിപ്പോ ചേട്ടാ, ഈ വയസ്സായവര് വരുന്നു, കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾ പ്രായമുള്ളവർക്ക് എന്ത് ഈ അവർക്കത് നടന്നു കൊണ്ടേ ഇത് വടി പിടിച്ച് കുത്തി ഇറക്കുമ്പോ വീട്ടിൽ കെട്ടി പോയി അവന്റെ കാര്യം പോയില്ലേ. അപ്പൊ അതൊക്കെ നോക്കണം സർക്കാർ. അത് നടപടി ഇടപെടൽ എടുക്കും. അതുപോലെ ഈ റോഡുകളിലേക്ക് മറ്റേ കാണുകളിലേക്ക് വെള്ളം പോകാൻ സംവിധാനമൊന്നുമില്ല. അതൊക്കെ എത്ര നടപടി. ഈ വാഹനങ്ങളൊക്കെ അല്ലേ കയ്യേറി നിൽക്കുമ്പോ വണ്ടി ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ യാത്ര ഇങ്ങനെ ക്രോസ് ചെയ്ത് വരണ്ടേ. ഒരു വണ്ടി പാഞ്ഞു തീയറിയാൽ ഒരാൾക്ക് തീരാൻ വേണ്ടി. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. എങ്ങനെയാണ് സാധാരണക്കാർ ഇതിലെ നടന്നു പോകുന്നതാണ്. ചേട്ടാ, ഈ റോഡ് എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്, ഈ നടപ്പാത? ഇപ്പൊ ഒരു 5-8 മാസമായി. എനിക്കൊന്ന് പൈപ്പ് റോഡ് അല്ലെ, പൈപ്പിന്റെ പണി കഴിഞ്ഞു. അല്ല, അതിന്റെ അടിയിൽ കാണുകയാണ്. അതിലെ പൈപ്പും കേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോ ഇതിനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാന്ന് 5-8 മാസമായി.
ആയിരക്കണക്കിന് ആൾക്കാരെ നടന്നുപോകുന്ന സ്ഥലമാണിത്. ഹൈക്കോടതി ജംഗ്ഷനാണിത്. കോർപ്പറേഷൻ തൊട്ടപ്പുറത്ത്, ഹൈക്കോടതി തൊട്ടിപ്പുറത്ത് എല്ലാത്തിന്റെ ഹൃദയ ഭാഗമാണിത്. അവിടെയാണ് ഈ ക്വാളിറ്റി കിടക്കണത്. സാധാരണക്കാരന് ഇത് മതി എന്ന് തന്നെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. ആ, എത്രയോ ആൾക്കാർ ഇവിടെ തട്ടി വീഴണ്ടെന്നറിയാവോ? അതൊന്നും ആരും അറിയണില്ല, നോക്കണില്ല. പ്രതികരിക്കാൻ ആളില്ല, ചെയ്യിക്കാൻ ആളില്ല, അങ്ങനെ കിടക്കാണത്. അതേ അഭിലാഷ്, പ്രതികരിക്കാൻ ആളില്ല, അതുകൊണ്ട് ചെയ്യാനും ആളില്ലാത്ത അവസ്ഥയാണ്. ആളുകളൊക്കെ തട്ടി വീഴുന്നുണ്ട്. ഈ കാഴ്ച പരിമിതി ഉള്ളവർ ഈ വഴി വരുമ്പോഴുണ്ടാകുന്ന അപകടം എത്രമാത്രമാണെന്ന് നമുക്കറിയാം. സ്വാഭാവികമായും ഈ കാനകൾ തുറന്നിട്ട് അതിലേക്ക് ഒരാൾ വീണ് അപകടം സംഭവിച്ചതിന് ശേഷമാണ് ആ കാന മൂടുന്നതിനോ അല്ലെങ്കിൽ കാനകളെല്ലാം അടയ്ക്കാനൊക്കെ ഒരു ഉത്തരവിടുകയും ആ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒരു പരിശോധനയൊക്കെ ഉണ്ടാകും. പിന്നെയും പഴയ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെയും അത് തന്നെയാണ്. ഈ പ്രദേശത്തെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം അപകടകരമായിട്ടുള്ള നിലയിലാണ് ഈ ടെയിലൊക്കെ ഇളകിയിരിക്കുന്നത്. ഈ വളരെ മോശമാകുന്ന രീതിയിൽ തന്നെയാണ്. ആളുകൾക്ക് വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായിട്ട് നടന്നു പോകാൻ പറ്റുന്നില്ല. തൊട്ടപ്പുറം ഇപ്പുറം തന്നെ ഇതേ കച്ചവടക്കാരുമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ നടപ്പാത. ഇത് നമുക്ക് അവിടെ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വീണ്ടും എടുക്കാൻ ഞാൻ നവമിയിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് നവമി, ഇപ്പോൾ കൊച്ചിയിലെ കാര്യമാണല്ലോ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.